ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒരു പ്രതികരണമാണ്. അതായത് പ്രതിപക്ഷ നേതാവിന് നിലമ്പൂരിൽ ഒരു റോളും ഇപ്പോഴില്ലെന്നാണ് PV അൻവർ പറയുന്നത്. പിണറായി വിജയനെയും ആര്യാടൻ ഷൗക്കത്തിനെയും ജനങ്ങൾ തോൽപ്പിക്കും. നാമനിർദ്ദേശ പത്രിക തള്ളിയത് തിരിച്ചടിയല്ല, ജനങ്ങളുടെ തിരിച്ചടി മാത്രമേ ഭയക്കേണ്ടതുള്ളൂ എന്നും അൻവർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പോരാട്ട ചൂടിലായ നിലമ്പൂരിലെ ശ്രദ്ധാകേന്ദ്രം എന്നും PV അൻവറാണ്. PV അൻവറിൻ്റെ സ്ഥാനാർത്ഥം വന്നതോടുകൂടി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടും അതിലേറെ വർദ്ധിച്ചിരിക്കുകയാണ്. PV അൻവർ തന്നെ നമ്മോടൊപ്പമുണ്ട്. വലിയ ഒരു പ്രചരണം രംഗമാണ് LDF-ൻ്റെതായാലും UDF-ൻ്റെതായാലും നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. PV അൻവറിന് തിരിച്ചടികൾ മാത്രമാണ് ഉണ്ടാകുന്നതെന്നുള്ള പ്രചരണം ഉണ്ടാകുന്നു. UDF-ലേക്കുള്ള പ്രവേശനത്തിൽ തിരിച്ചടി ഉണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു തിരിച്ചടിയായി മാറുന്നു. ഇത് PV അൻവറിനെ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും? ഒരു തിരിച്ചടിയും PV അൻവറിനില്ല. ജനങ്ങൾ തിരിച്ചടിക്കുമ്പോൾ നോക്കിയാൽ മതി. പൊതുജനം കഴുതയാണ് എന്ന് പറയുന്ന ആ മുദ്രാവാക്യം ഉണ്ടല്ലോ, ആ മുദ്രാവാക്യവും തലയിലേറ്റിയിട്ടാണ് ജനവിരുദ്ധരായിട്ടുള്ള ചിലരൊക്കെ ഇവിടെ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഞാൻ ഉയർത്തിയ മുദ്രാവാക്യം പിണറായിസമാണ്. ആ പിണറായിസത്തോട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ട് കേരളത്തിൻ്റെ പോലീസിൻ്റെ നിലപാടിൽ ഒരു ജില്ലയെ മുഴുവൻ എന്താ പറയുക ക്രിമിനൽ വൽക്കരിച്ചതിൽ വല്ല വാക്കും ഈ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞിട്ടുണ്ടോ? ഈ സ്വരാജ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ പ്രശ്നം പിണറായിസമാണ്. അതിനാണ് ഞാൻ രാജിവെച്ചത്. ആ പിണറായിസത്തെ കേരളത്തിലെ മുഴുവൻ താലോലിക്കുകയും അതിന് കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്ന സ്വരാജ് ഒരു ഭാഗത്ത്, സ്വരാജിൻ്റെ പിന്നിൽ ഒളിഞ്ഞ പിണറായി മറുഭാഗത്ത്. രണ്ട് പിണറായികളാണ് ഇവിടെ മത്സരിക്കുന്നത്. പിന്നെ എന്ത് റോളാണ് ഈ പ്രതിപക്ഷ നേതാവിന് ഇവിടുത്തെ ഇലക്ഷനിൽ? ഒരു റോളും ഇല്ല. ഒരാൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ജനങ്ങളെ അദ്ദേഹം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളെന്താണെന്നും UDF-ൻ്റെ പ്രവർത്തകരും നേതാക്കളും ജനങ്ങളും മനസ്സിലാക്കി. എന്തിനാണ് PV അൻവറിനെ തടയപ്പെട്ടത്? എന്താ PV അൻവറിനെ തടസ്സം? ഇങ്ങനെ തടഞ്ഞു നിർത്തി അവഹേളിച്ച് അപമാനിച്ച് വാതിലടച്ച് ചവിട്ടി പുറത്താക്കുന്നത് എന്തിനാ? പറവൂരിൽ ജയിക്കാൻ, പറവൂരിൽ CPI-കാരനാണ് കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഏതെങ്കിലും ഒരാളാണ് അവിടെ പോയി മത്സരിക്കുന്നത്? ജനങ്ങൾക്ക് പോലും അറിയാത്തത്. അങ്ങനെ സുന്ദരമായി ജയിച്ചു പോയിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ള മെസ്സേജാണ്, അൻവറിനെ എങ്ങാനും കൂടെ കൂട്ടിയാൽ കേരളത്തിൻ്റെ നിയമസഭയിൽ താങ്കൾ എത്തില്ല, പാർട്ടി സീറ്റ് മാറ്റി വാങ്ങി അവിടെ ആളെ നിർത്തുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ? സതീശനെ പറഞ്ഞിട്ട് കാര്യമില്ല. സതീശൻ്റെ എന്താ പറയുക പൊളിറ്റിക്കൽ ലൈഫ് അവസാനിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ ഒരു തോൽവി പോലും എന്നാൽ ശരി കാണാം എന്ന് പറയും. ഞാനാണെങ്കിൽ ഇവരെ കൊണ്ട് ഈ ബെൻസ് കാറിൽ കൊണ്ടു കിടക്കുന്ന മുതലാളിമാരല്ല ഇവിടെ ജയിപ്പിക്കുന്നതെന്ന് തോൽപ്പിക്കുന്നു. ഇവിടെ അധ്വാനിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാരാണ് ജയിപ്പിക്കുന്നത്. അവരാണ് ഇവിടെ കൂടുതൽ. 90% അവരെ വോട്ടാ. ആ വോട്ട് കിട്ടുന്നതായിരിക്കുന്നത്. PV അൻവർ എങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയും? ജനങ്ങളല്ലേ, PV അൻവർ അല്ലല്ലോ വിജയിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതാ. എന്ന് പറഞ്ഞു 2 ആഴ്ച മുമ്പ് പറഞ്ഞു, നിലമ്പൂരിൽ സ്ഥാനാർത്ഥിമാർക്കൊരു പ്രസക്തിയേ ഇല്ല, ജനങ്ങളും പിണറായിയും തമ്മിലുള്ള പോരാട്ടമെന്ന് പറഞ്ഞു. അത് നടക്കും. AV ഷംസുദ്ദീനൊപ്പം ശാന്തകുമാർ വള്ളാലത്ത്, ന്യൂസ് മലയാളം, നിലമ്പൂർ. കുമാർ വള്ളാലത്തുണ്ട് നമുക്കിപ്പം. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. PV അൻവർ തുടക്കം മുതൽ തന്നെ പിണറായിസത്തിനെതിരായ പോരാളിയാണ്. നിലമ്പൂരിലെ തൻ്റെ പോരാട്ടം പിണറായിസത്തിനെതിരെയാണെന്ന് പറഞ്ഞു തുടങ്ങി. പിന്നീട് UDF-ലേക്ക് വരുന്നു. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ VD സതീശനെ വീണ്ടും ആവർത്തിച്ച് കുറ്റപ്പെടുത്തുന്നു. തന്നെ ചവിട്ടി പുറത്താക്കി, തന്നെ അപമാനിതനാക്കി എന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് PV അൻവർ. അപ്പോഴും ശാന്തകുമാർ, ഒരു കാര്യം, നിലമ്പൂരിൽ ഇനിയും ഒരു പ്രചരണം തുടങ്ങാൻ, ഒരു പരസ്യമായ ഒരു പ്രചരണം തുടങ്ങാൻ PV അൻവറിന് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ടും ഇപ്പോൾ ഞാൻ മത്സരിക്കും എന്നൊരു തീരുമാനം PV അൻവർ എടുത്തതിനൊക്കെ പിന്നാലെ പോലും വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബൈറ്റുകൾ നൽകുകയും ചെയ്തതല്ലാതെ ഒരു പ്രചരണം നിലമ്പൂരിൽ തുടങ്ങാൻ ഇനിയെങ്കിലും PV അൻവറിന് സാധിച്ചിട്ടുണ്ടോ? അൻവർ ക്യാമ്പിൽ ഇപ്പോൾ നടക്കുന്ന എന്താണ്? കാരണം ഇന്നലെ ആം ആദ്മി പാർട്ടി പോലും പിന്തുണയൊക്കെ പിൻവലിച്ചിരുന്നു. ഇന്നലെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ അൻവറിനൊപ്പം ഉണ്ടായിരുന്നവർ ആം ആദ്മി പാർട്ടി അംഗങ്ങളാണെന്നുള്ള വാദമൊക്കെ ഉയർന്നിരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൽ അടക്കം ഇന്ന് അൻവറിന് വിശദീകരിക്കേണ്ടി വരില്ലേ? എന്താണ് അൻവർ ക്യാമ്പിൽ നടക്കുന്നത്? ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം PV അൻവറിൻ്റെ തന്ത്രങ്ങൾ PV അൻവറിന് മാത്രമേ അറിയൂ എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ രീതികളും ശൈലികളും എല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നത് തന്നെയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പിനകത്തും വ്യത്യസ്തമായ പ്രതികരണങ്ങൾ, വ്യത്യസ്തമായ തീരുമാനങ്ങളെല്ലാം ഓരോ മണിക്കൂറുകളിലും ഓരോ ദിവസങ്ങളിലും PV അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ആദ്യം മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പിന്നെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, വീണ്ടും മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.
പറഞ്ഞു. അപ്പോൾ UDF ഇപ്പോൾ പ്രധാനമായും UDF-നെതിരെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ PV അൻവർ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് VD സതീശിനെ ആക്രമിക്കുക, VD സതീശിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക. അതിന് കോൺഗ്രസിൽ നിന്ന് തന്നെ ആളുകളെ സമാഹരിക്കാൻ കഴിയുമെങ്കിൽ അവയെല്ലാം അൻവർ പരിശോധിച്ചു വരികയാണ്, അവയെല്ലാം ഉപയോഗപ്പെടുത്തുകയുമാണ്. എന്തായാലും നിലമ്പൂരിൽ PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന് ഇപ്പോൾ മത്സരിക്കാൻ കഴിയില്ല. ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ കഴിയുള്ളൂ. സ്വതന്ത്ര ചിഹ്നത്തിൽ അൻവർ മത്സരിക്കുമ്പോൾ ആ മത്സരത്തിൽ വലിയ പ്രചരണം, ജനങ്ങളിലേക്ക് ഇറങ്ങി നേരിട്ടിറങ്ങി മറ്റ് സ്ഥാനാർത്ഥികളെ പോലെയുള്ള പ്രചരണത്തിന് ഒന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്ന മാധ്യമങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പ്രതികരണങ്ങളുമാണ്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രചരണം. ഇത്തരം കാര്യങ്ങൾക്കാണ് വലിയ പ്രാധാന്യം ഇപ്പോൾ അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഏത് രീതിയിലേക്ക് അൻവറിൻ്റെ പ്രചരണം പോകുമെന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ പറയാനും കഴിയുള്ളൂ. കാരണം ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രചരണ രീതികളോ ഒന്നും തന്നെ മുൻകൂട്ടി അറിയിക്കുന്ന ഒരു രീതിയെ PV അൻവറിൻ്റെ ക്യാമ്പിനില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് PV അൻവറാണ് എന്നുള്ളത് കൊണ്ടാണ്. PV അൻവറിന് മാത്രമേ എന്ത് ചെയ്യണം എന്ന് അറിയാൻ കഴിയുള്ളൂ. PV അൻവറിന് മാത്രമേ എങ്ങോട്ടാണ് ഇപ്പോൾ ഇന്ന് പോകുന്നത് എന്ന് അറിയാൻ കഴിയുള്ളൂ. ഒപ്പമുള്ളവർക്ക് പോലും അറിയില്ല. കാരണം ഒരു സംഘടനാ രീതി അനുസരിച്ച് പോകുന്ന ഒരു വ്യക്തിയെ അല്ല ഇപ്പോൾ PV അൻവറിന് കാണാൻ കഴിയും. അത് തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതികരണങ്ങളിൽ നിന്നും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കത് മനസ്സിലാവുകയും ചെയ്തതാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ ശാന്തകുമാർ.